പിന്നെ വല്യമ്മ ഞാനേ ഒരു സാധനം കൊണ്ടുവരാൻ പോവാട്ടോ. നമുക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ കൊണ്ടുവരാൻ പോകണ്ട്. സർപ്രൈസോ? എന്ത് സാധനം സുക്കൂറെ? അത് വല്യമ്മ സർപ്രൈസ് നിങ്ങൾ വന്നിട്ട് കണ്ടാൽ മതി. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി കഴിക്കാരം. അതല്ലേ ഞാൻ പോയാലോ വല്യമ്മ? ഏതായാലും കൊണ്ടുവരട്ടെ, വന്നിട്ട് കാണാം. A few moments later. വല്യമ്മ ഇതാ ഞാൻ പറഞ്ഞ സർപ്രൈസ്. എങ്ങനെയുണ്ട്? ആടോ, അതിന് കയറൊന്നുമില്ലല്ലോ, അത് വണ്ടി പോവൂലേ? ഇതങ്ങനെ വല്യമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. ഇത് നമ്മള് വൈത്താലേ വരുള്ളൂ. അങ്ങനത്തെ ആടാ. ബാക്കി ഞാനേ ഇങ്ങോട്ട് വരിക പറഞ്ഞുതരാം. തൽക്കാലം ആട് ഇവിടെ കേട്ടെ. നീ പറയേ, എന്താ എന്റെ ഉദ്ദേശം? രാവിലെ പണിക്കോയോ പിന്നെ രാത്രിയല്ലേ വരുള്ളൂ? പിന്നെ ആരാ ഇതിനൊക്കെ തിന്നാൻ തൊട്ടെടുക്കോ? അത് പറയിച്ചേ. അതുകൊണ്ടല്ലേ വല്യമ്മ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി. ഞാൻ നോക്കൂ ചുട്ടാന്ന് വെച്ചത് ഇതിനെ കൊടുന്നു കണ്ടില്ലേ? പേക്ക ചൂടുന്നേ. പഠിച്ചോനെ പെട്ടല്ലോ. ഈ പത്ത് വല്യമാരോട് പറയാം. അല്ല വല്യമ്മ, നോക്കേ ഇതിന്റെ ഇറച്ചി നല്ല ഇഷ്ടല്ലേ? അതുകൊണ്ടേ ഞങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ കുറച്ചു ദിവസം കൂടി അറുത്തുകാണ്ടേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാലോ. എന്റെ കുട്ടി നല്ല കുട്ടിയാണ്. അങ്ങനെ വല്യമ്മാനെ ചെറുതായി പറ്റിച്ചു. ആരെ പറക്കണു? ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ വിൽക്കല്ലേ, ആർക്കാൻ വെക്കുക. പിന്നെ ഏതായാലും വല്യമ്മ ഞാൻ അതിനെന്തെങ്കിലും പുണ്ണാക്കോ എന്തെങ്കിലും തിന്നാണ്ടാ പോയി നോക്കട്ടെ കേട്ടോ. ഞാൻ പോയിക്കൊണ്ട് വരാം. വരുമ്പോഴത്തേ ഇതിനെ വല്ല അട്ടാലോ. A few moments later. എന്റെ ആടോടെ പഠിച്ചോനെ. പാവം വല്യമ്മ. അതാണെങ്കിലേ പാടത്ത് കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും പുല്ലെടുക്കാൻ വേണ്ടി. എന്റെ വല്യമ്മ പറഞ്ഞാൽ മനസ്സിലാവും. ഇത്രേ ഉള്ളൂ. ഇങ്ങളെ അറിയുന്നു. നിങ്ങള് നല്ലോണം നോക്കും ആടിനെ. നിങ്ങള് പാടത്ത് കൊണ്ടാതല്ലേ പുല്ലെടുക്കാന്. എന്നിട്ട് ആടവിടെ പാടത്തേക്കോ? ഞാൻ അടുത്ത് കൂട്ടാൻ വെച്ചല്ലോ. കൂട്ടാൻ വെക്ക്. പഠിച്ചോനെ ആട്.